നമസ്കാരം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ചില രാഷ്ട്രീയക്കാർക്കും ചില മത ലോബികൾക്കും പുതിയ ഒരു വിഷയം കിട്ടിയിരിക്കുകയാണ്. പുതിയ വിഷയമല്ല, പഴയതാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ വന്നിരിക്കുന്നു. അത് ന്യൂനപക്ഷ പീഡനമാണ്. അവരുടെ സ്ഥിരം പല്ലവികളാണ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും. അവർക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ട് വർക്കുകൾ മുഴുവൻ ചെയ്യുന്ന, അണ്ടർഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അവർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളും നയങ്ങളും പരിപാടികളും ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്ന വിദേശ ഏജൻസികൾ അടക്കം ഇപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഈ ഭീഷണിയിൽ കേന്ദ്ര സർക്കാർ വീഴില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഈ വിദേശ ഫണ്ട്, എന്തിനാണ് വിദേശ ഫണ്ട് വരുന്നത്, ആർക്കാണ് വരുന്നത്, എന്തിനാണ് അത് വിനിയോഗിക്കുന്നത്, അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് ഒരു സർക്കാർ അറിയണ്ടേ? അറിയാതെ നടന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഏതാണ്ട് 90കളുടെ അവസാനം വരെയും 2 ചാരസംഘടനകളുടെ പിടിയിലായിരുന്നു നമ്മുടെ ഭാരത സർക്കാരും മുഖ്യ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ. അത് പിന്നീട് വെളിച്ചത്ത് വരികയുണ്ടായി. സോവിയറ്റ് യൂണിയന്റെ അന്ത്യത്തിന് ശേഷം KGB എങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ നിയന്ത്രിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ രേഖകൾ അവരുടെ തന്നെ KGBയുടെ രേഖകൾ തന്നെ പുറത്തുവിടുകയുണ്ടായി. കാരണം ആരെയും പേടിക്കേണ്ട, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം അത് ചെയ്തത്. CIA, അമേരിക്കൻ ചാരസംഘടന, എങ്ങനെയൊക്കെ ഭാരതത്തിൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന കലാപങ്ങളുടെ ഒക്കെ പിന്നിൽ CIAയുടെ ഒരു കൈയുണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതിലും വലിയ പിടുത്തമായിരുന്നു സോവിയറ്റ് യൂണിയനോടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നത് കൊണ്ട് സോവിയറ്റ് യൂണിയൻ എളുപ്പമായി. അമേരിക്കയോട് നെഹ്റുവിനും കോൺഗ്രസിനും പണ്ട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ സോവിയറ്റ് യൂണിയനോട്, സോഷ്യലിസം പറയുന്നതിൻ്റെ പേരിൽ സോവിയറ്റ് യൂണിയനോട് അമിതമായ ഒരാദരവും ആവേശവുമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇറക്കുമതി ചെയ്തതാണല്ലോ പഞ്ചവത്സര പദ്ധതികൾ അടക്കം. ഏതായാലും ആ ഭാരത സർക്കാരിനെ നയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, ജവഹർലാൽ നെഹ്റുവിനെ, തുടർന്ന് ഇന്ദിരാഗാന്ധിയെ, അതിനുശേഷം രാജീവ് ഗാന്ധിയെ, അതിനെ തുടർന്ന് രാഹുലിനെ അടക്കമുള്ളവരെ എങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി KGB നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഴുവൻ പിന്നീട് പത്രങ്ങളിൽ വരികയും വാർത്താമാധ്യമങ്ങളിൽ നിറയുകയും മിത്രോക്കിൻ ആർക്കൈവ്സ് എന്ന് പറയുന്ന രേഖകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിലൂടെയാണ് KGB എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരുന്നത്. അമേരിക്കയ്ക്ക് ചാരസംഘടനയ്ക്ക് നേരിട്ട് ഏർപ്പെടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. അവർ കലാപം സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഛിദ്രശക്തികൾക്ക് പണവും ആയുധവും എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പണി ഉണ്ടായിരുന്നു. പക്ഷെ KGBക്ക് അതായിരുന്നില്ല. സർക്കാരിൽ പിടുത്തം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഭാരതത്തിൽ സ്വാതന്ത്ര്യാനന്തരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അവരുടെ ബന്ധവും അതിന് കാരണമായി മാറി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിലൂടെ VK കൃഷ്ണമേനോനെയും നെഹ്റു സർക്കാരിനെയും തുടർന്ന് ഇന്ദിരാ സർക്കാരിനെയും രാജീവ് സർക്കാരിനെയും ഒക്കെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ KGBക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആ കാലത്ത്, ഇപ്പോൾ കലാപം നടന്നതിനെക്കുറിച്ച് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് മുന്നേ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യം യൂറോപ്യന്മാർ വന്ന ആദ്യകാലത്ത് കണ്ടമാനം വിദേശ മിഷണറിമാർ ഒക്കെ വന്നിരുന്നു. പക്ഷേ ആ വിദേശ മിഷണറിമാരുടെ ഇടപെടലും സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു പറ്റി എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിനതൊരു തലവേദനയായി മാറി. അപ്പോൾ അവരാദ്യം പ്രോത്സാഹിപ്പിച്ച അത്രയും മിഷണറിമാരെ ബ്രിട്ടീഷുകാർ പിന്നീട് പ്രോത്സാഹിപ്പിക്കാതെയായി. അതുകൊണ്ട് വല്ലാണ്ട് എല്ലാ രാജ്യങ്ങളിലുമുള്ള മിഷണറിമാർക്ക് ഭാരതത്തിൽ വന്ന് സുവിശേഷം പറയുകയും മതപരിവർത്തനം നടത്തുകയും എന്നുള്ളത് പറ്റാതെയായി. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനയിൽ ഒരു പ്രത്യേക വകുപ്പ് എഴുതി ചേർത്തതുകൊണ്ട്, മതസ്വാതന്ത്ര്യ വകുപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട്, വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം. പക്ഷേ
ചില വിദേശ ശക്തികളുടെ സ്വാധീനത്താൽ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. അത് മതപ്രചാരണ സ്വാതന്ത്ര്യമായിരുന്നു. ആ മതപ്രചാരണ സ്വാതന്ത്ര്യവും കൂടി ചേർത്ത് ഭരണഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, 50 ജനുവരി 26 ഭരണഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, അതുവരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്നോളം വരാത്ത 100 കണക്കിന് വിദേശ മിഷണറി സംഘങ്ങൾ, ആയിരക്കണക്കിന് വിദേശ മിഷണറിമാർ ഭാരതത്തിലേക്ക് കുതിച്ച് ഇരച്ചു വരികയും ഭാരതത്തിൻ്റെ ദുർബല പ്രദേശങ്ങൾ, വനമേഖലകൾ ഒക്കെ അത് കോൺഗ്രസ് സർക്കാരിൻ്റെ മുൻഗണനയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നോക്ക പ്രദേശങ്ങളും ഗ്രാമങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടതല്ല, നഗരങ്ങളും വൻകിട വ്യവസായങ്ങളുമാണ് ഉണ്ടാക്കേണ്ടത് എന്ന നെഹ്റുവിൻ്റെ താല്പര്യപ്രകാരം ഗാന്ധിജിക്കെതിരെ നെഹ്റു കത്തെഴുതുന്നൊക്കെ ഉണ്ട്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് അല്ല ആവശ്യമുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യാനന്തരം വിശേഷിച്ചും ഈ നിയമം വന്നതിന് ശേഷം, ഭരണഘടന പ്രഖ്യാപിച്ചതിന് ശേഷം, ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദേശ മിഷണറിമാർ മതപരിവർത്തന പ്രവർത്തനവുമായി, അവർക്കൊരു അനുവാദമുണ്ട്, മതപ്രചാരണ സ്വാതന്ത്ര്യം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് വരികയും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ മതപ്രചാരണത്തിന് എന്ന് പറഞ്ഞ് മതപരിവർത്തനത്തിന് വരുമ്പോൾ എല്ലാവരും അങ്ങ് തല കുനിഞ്ഞ് നിന്ന് കൊടുക്കുകയല്ലല്ലോ. കാശ് കിട്ടുമ്പോൾ വീഴാത്തവരുണ്ട്, മാനാഭിമാനം ഉള്ളവരുണ്ട്, അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സംഘർഷം കലാപമായി മാറി, കലാപം കൊലപാതകങ്ങളിലെത്തി. അപ്പോൾ അത് വലിയ പ്രശ്നമായി. 4 കൊല്ലം കൊണ്ട് വടക്ക് കിഴക്കൻ ഭാരതത്തിൽ, പ്രത്യേകിച്ചും മധ്യപ്രദേശിലും മറ്റ് പല പ്രധാന സംസ്ഥാനങ്ങളിലും പൊതുവെയും വലിയ മതപരിവർത്തന ശ്രമങ്ങൾ ഉണ്ടാവുകയും സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാവുകയും ചെയ്തു കോൺഗ്രസ് ഭരണകാലത്ത്. ആ കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, ഈ കലാപങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം കണ്ടുപിടിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് ഭവാനി ശങ്കർ നിയോഗി. അത് ചുരുക്കി പറയുമ്പോൾ നിയോഗി കമ്മിറ്റി എന്നാണ് ഇതിന് പറയുക. ആ ഭവാനി ശങ്കർ നിയോഗി കമ്മിറ്റിയുടെ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 1 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്നതിൽ കൂടുതൽ ഭരണഘടനാ സ്വാതന്ത്ര്യം വിദേശ മിഷണറിമാർക്കും മതപ്രചാരകന്മാർക്കും മതപരിവർത്തന ലോബികൾക്കും കിട്ടിയിരിക്കുന്നു. അവർ സർവ്വസാധാരണക്കാരുടെ ഇടയിൽ കടന്നു കയറി വളരെ പ്രലോഭനങ്ങളും സൃഷ്ടിച്ച് മതപരിവർത്തനം നടത്തുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ തയ്യാറായപ്പോഴാണ് സംഘർഷമുണ്ടായത്, കലാപങ്ങളുണ്ടായത്. അതുകൊണ്ട് ഈ കലാപങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ, സംഘർഷം ലഘൂകരിക്കാൻ മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം. ജവഹർലാൽ നെഹ്റു നിയോഗിച്ച നിയോഗി കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് മതപരിവർത്തനം പ്രലോഭിപ്പിച്ചോ ചതിയിലൂടെയോ അല്ലാതെയോ ഒക്കെയുള്ള, ഭീഷണിപ്പെടുത്തിയോ ഒക്കെയുള്ള മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളും നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. ആ നിയമമൊക്കെ നിലവിലുണ്ട് പല സ്റ്റേറ്റിലും. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭാരതത്തിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മതപരിവർത്തനത്തിന് നിയമം മൂലം നിരോധിച്ചത്. ഈ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്, സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. എന്നിട്ട് എല്ലാവരും BJPയുടെ നെഞ്ചത്തോട്ട് കയറുകയാണ്. അത് മറ്റൊരു വിഷയം. അത് ഇന്നത്തെ കാലത്തിന് അതൊന്നും വിലപ്പോവില്ല, അതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, അങ്ങനെ മതപരിവർത്തനം ചതിയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ മതപരിവർത്തനം നടത്തുന്നതിന് 10,000-കണക്കിന് മിഷണറിമാർ വരികയും അവരുടെ സംഘടനകൾ പ്രവർത്തിക്കുകയും അവർക്ക് കോടാനുകോടി ഡോളറുകൾ ഭാരതത്തിലേക്ക് ഒഴുക്കുകയും അതിനെയൊക്കെ ഇഷ്ടം പോലെ വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയും ഒക്കെ ചെയ്തതാണ് ഇതിൻ്റെ തുടക്കം, സ്വാതന്ത്ര്യാനന്തരമുള്ള തുടക്കവും സംഘർഷത്തിൻ്റെ കാരണവും. അത് ഈ അടുത്ത കാലം വരെയും പോരുകയായിരുന്നു. ഈ NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്നും പറഞ്ഞുകൊണ്ട്, കോടിക്കണക്കിന് ചാരിറ്റി പ്രവർത്തനത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് പെട്രോ ഡോളറോ അല്ലാത്ത ഡോളറോ ഒക്കെ ഭാരതത്തിലേക്ക് ഒഴുക്കി അനേകം കൂട്ടർ തീവ്രവാദികൾ. അവർ ചാരിറ്റിയുടെ പേരിലാണ്, അനാഥ സംരക്ഷണത്തിൻ്റെയും മറ്റ് ചാരിറ്റിയുടെയും പേരിൽ ഭീകരവാദ സംഘടനകൾ കോടാനുകോടി രൂപ ഒഴുക്കുകയും അവർ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഒഴുക്കുകയും പ്രവർത്തനവും ആയുധവും സജ്ജീകരിക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇതുപോലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും മറ്റ് ആന്ധ്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, കേരളത്തിലടക്കം പല പ്രദേശങ്ങളിലും ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ച് അത് ചാരിറ്റി എന്ന വ്യാജേന
മതപരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ പണം എന്തിനാ വിനിയോഗിക്കുന്നത് എന്ന് ആരും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. ആരും അന്വേഷിക്കാൻ നിയമമില്ല. ഇനി എന്തിനാണെന്ന് അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് ഈ നിയമം പല കാലങ്ങളിലായി ഭേദഗതി ചെയ്ത്, ഇതാദ്യമല്ല, മുമ്പ് പലവട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭേദഗതി ചെയ്തതിൻ്റെ ഒടുവിലത്തെ ഭേദഗതിയാണ് ഇപ്പോൾ. ഇത് ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് ആരാണ് പ്രചരിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടാണ്. കോൺഗ്രസ് പാർലമെന്റിൽ ഈ കോലാഹലം ഉണ്ടാക്കുന്നത് അവർ വിദേശ ഏജന്റുമാരെന്നുള്ള നിലയ്ക്കാണോ? ആണെന്നോ അല്ലെന്നോ അവരാ പറയേണ്ടത്. ഈ വിദേശ ഫണ്ട് അമിതമായി ഒഴുകുകയും ദുർവിനിയോഗം ചെയ്യുന്നതിനെ നിയന്ത്രിക്കേണ്ട എന്നാണോ പറയുന്നത്? മണിപ്പൂരിൽ ഈ കഴിഞ്ഞ വർഷം ഒക്കെ ഉണ്ടായ വലിയ കലാപങ്ങൾ, എത്ര നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെയുള്ള കലാപങ്ങൾ ഉണ്ടായതിന് ഫോറിൻ ഈ കോൺട്രിബ്യൂഷൻ വലിയ ഒരളവ് വരെ സഹായകമായി, ആയുധ സംഭരണത്തിനൊക്കെ സഹായകമായി എന്ന് കണ്ടെത്തുകയും അറസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ മണിപ്പൂരിൽ എത്ര നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ഈ കലാപമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കാര്യങ്ങളെ കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ സുതാര്യമാക്കാനും ഉള്ള ബില്ല് കൊണ്ടുവന്നത്. ഇത് കൂടുതൽ സുതാര്യമാക്കുകയാണ്. അതെങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരാവുന്നത്? അതെങ്ങനെ കോൺഗ്രസ് അത് CAA ബില്ല് കൊണ്ടുവന്നപ്പോഴത്തെ, അത് അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴത്തെ തട്ടിപ്പ് പ്രചരണമുള്ള മുസ്ലിങ്ങളെ പുറത്താക്കാനാണെന്ന് എങ്ങനെയാണോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ തീവ്രവാദ സംഘടനകളും നുണ പറഞ്ഞത്, അതേ തട്ടിപ്പാണ് ഇപ്പോൾ ഇത് ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ ബില്ലിൽ അമെൻമെന്റ് ചെയ്യുന്നത് വളരെ ലഘുവായ കാര്യങ്ങളാണ്. പണം എവിടെ നിന്ന് വരുന്നു, എത്ര വരുന്നു, ആ പണം എന്തിനു വിനിയോഗിക്കുന്നു, അത് വിനിയോഗിച്ചോ ഇല്ലയോ എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. എന്തിനു വിനിയോഗിച്ചു എന്നുള്ളതും അതിന് തന്നെ ആ പണം വിനിയോഗിച്ചു എന്നുള്ളതിന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. അതിനെന്തിനാ കരയുന്നത്? അതിന് ക്രിസ്ത്യൻ സഭകളെല്ലാം ഒന്നും എതിർത്തിട്ടില്ല. ചില ആൾക്കാർ ഈ പറയുന്നത് പോലെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്ന ചില പുരോഹിതന്മാർ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടാവും. സഭകളൊന്നും അതിനെതിരല്ല. അവർക്കറിയാൻ കാര്യം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. ആരുടെയും പണം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ലല്ലോ, മറിച്ച് പണം വിദേശത്തുനിന്ന് അങ്ങനെ അനിയന്ത്രിതമായി ഫണ്ട് ഒഴുക്കാൻ അനുവദിക്കണമോ വേണ്ടയോ, ഒരു ചോദ്യവും ചെയ്യാതെ, ഒരു കണക്കും എടുക്കാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ വിദേശ ശക്തികളുടെ കോടാനുകോടി ഡോളർ ഒഴുക്കാനുള്ള ഇടമാക്കി ഈ നാടിനെ മാറ്റണമോ വേണ്ടയോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ഞാനൊരു ലഘുവായ ഉദാഹരണം പഴയത് പറയും, ഇപ്പോഴത്തെ അല്ല. ഈ KGB ഭാരതത്തിൽ സർക്കാരിനെയും കോൺഗ്രസിനെയും നിയന്ത്രിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് കൂടാതെ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്താൻ നിത്യേന ഭാരതത്തിലെ ഭാഷാപത്രങ്ങളിലും മുഖ്യധാര ഇംഗ്ലീഷ് പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതാൻ കോടാനുകോടി ഡോളർ അവർ ഒഴുക്കിയതിൻ്റെ ഒരു കണക്ക് ഞാൻ വായിക്കാം. പത്രത്തിൽ വന്നതാണ്. 2005 സെപ്റ്റംബർ 25 ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ആ വാർത്തയുടെ ഒരു ലഘുവായ കണക്ക് ഞാൻ പറയാം. 1973 KGB 10 പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് പത്രങ്ങളിലൂടെ അവർ പണം കൊടുക്കുകയും 72 അത് പത്രങ്ങളിൽ ലേഖനങ്ങൾ, എന്തിനു വേണ്ടി ലേഖനം എഴുതുന്നത്? ലേഖനമാണെന്ന കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഒരു സാധനം വാർത്ത കഴിഞ്ഞെന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് ഗവൺമെന്റിനും അനുകൂലമായി ജനങ്ങളുടെ ഇടയിൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ 1972 3789 ലേഖനങ്ങളാണ് ഒരു വർഷം വന്നത് എന്ന് പറഞ്ഞാൽ 365 ദിവസം കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം 10 ലേഖനങ്ങളിൽ കൂടുതൽ KGBയുടെ ഫണ്ടിൽ ഭാരതത്തിൻ്റെ വിവിധ പത്രങ്ങളിൽ വന്നിരുന്നു എന്നുള്ളത്. പിന്നീട് അത് 73 ആയപ്പോൾ അത് 2760 അല്പം കുറവ് വന്നു. പക്ഷെ പിന്നീട് അത് കൂടി അടുത്ത വർഷം അത് 4486 മാറി. 74 75 ആയപ്പോഴേക്കും, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആ വർഷം 5510 ലേഖനങ്ങളാണ് ഒരു
രാജ്യത്ത് 5510 ലേഖനങ്ങൾ, അതായത് ശരാശരി ഒരു ദിവസം 15 ലേഖനങ്ങൾ ദേശീയ തലത്തിൽ KGB സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയുടെ ഫണ്ടിങ്ങോടുകൂടി ഭാരതത്തിലെ പത്രങ്ങളിൽ വന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായും കോൺഗ്രസിന് അനുകൂലമായും അവരെ എതിർക്കാതിരിക്കാൻ ജനങ്ങളുടെ മനോഭാവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, കലാപങ്ങൾ സൃഷ്ടിക്കാൻ CIA രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സർക്കാരിൽ തന്നെ കൈകടത്തിക്കൊണ്ട് KGBയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇത്തരം അട്ടിമറികളും തട്ടിപ്പുകളും കലാപങ്ങളും അതിന് ആവശ്യമായ ഏജൻസികളെയും സംഘടനകളെയും ഒക്കെ ഉണ്ടാക്കുകയും അവർക്ക് ചാരിറ്റിയുടെ പേരിൽ കോടാനുകോടി ഡോളർ ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പറ്റാവുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഈ ചാരസംഘടനകൾ അവരുടെ വരുതിയിലാക്കിയിരുന്നു. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയന്റെ ഒരു ഉപഗ്രഹം പോലെ ഭാരതത്തിൽ ദീർഘകാലം പ്രവർത്തിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് പല മന്ത്രിമാർക്കും പല ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ. ആ തട്ടിപ്പ് ഇപ്പോൾ വില പോകുന്നില്ല. അതിൻ്റെ ചുരുക്കാണ് വിദേശ ശക്തികൾക്ക് ഇപ്പോൾ ഭാരതത്തിനോടുള്ളത്. അമേരിക്കയ്ക്കും പിന്നെ മറ്റ് പല രാജ്യങ്ങൾക്കും ഉള്ള, ചൈനയ്ക്കും അതുപോലെയുള്ള പല രാജ്യങ്ങൾക്കും ഉള്ള ചുരുക്കതാണ്. അവരുടെ ഏജന്റുമാരായി, അവരുടെ പിണിയാളുകളായി, അവരുടെ വക്താക്കളായി അവരിലൂടെ ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ഭാരതത്തിൻ്റെ വികസന കുതിപ്പിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് വിദേശികൾക്ക്. അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ നിന്നു കൊടുക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യം ഈ രാഷ്ട്രത്തോടാണോ അതല്ല വിദേശ ശക്തികളോടാണോ അല്ലയോ എന്ന് ഇപ്പോഴാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെന്റ് ബില്ല് എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്ന ഈ സാധനം അത് ഇപ്പോൾ ആരെയും എന്തിനെങ്കിലും എതിരെയല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്കെതിരെയല്ല, ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് ചില രാഷ്ട്രീയ അടിമത്തമുള്ള ചില പുരോഹിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മതപരിഗണന പരിഗണിക്കുകയും രാജ്യ താല്പര്യത്തിന് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള മതപുരോഹിതന്മാരും സഭകളും ഇതിനെ എതിർത്തിട്ടില്ല. ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, ഇതിനനുകൂലമാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഈ അമെൻമെന്റ് ആക്റ്റിലുള്ള കാര്യങ്ങൾ ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇതാണ്: പണം വരുന്നത് എത്രയാണ്, ഏത് അക്കൗണ്ടിലേക്കാണ് വരുന്നത്, അഥവാ ഏത് സംഘടനയുടെ പേരിലാണ് വരുന്നത്, ആ പണം എന്തിനാണ് ചിലവഴിക്കുന്നത്, അതിന് രേഖ എഴുതി കൊടുത്താൽ മതിയായിരുന്നു ഇതുവരെ. ഇനി അതുപോരാ, ആ ചെലവഴിച്ചു എന്നുള്ളത് കൂടി രേഖപ്പെടുത്തണം. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അനാഥ മന്ദിരം ഉണ്ടാക്കാൻ 50 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞ് അവർക്കൊരു കണക്ക് കൊടുത്താൽ മതിയായിരുന്നു മുൻപ്. ഇപ്പോൾ അത് പോരാ. ഈ 50 കോടിയെ കൊണ്ട് അനാഥ മന്ദിരം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിന് 50 കോടി ചെലവാകുമായിരുന്നോ, ഈ കണക്കുകളും കൂടി കൊടുക്കണം. ഇതിലെന്താണ് ക്രിസ്ത്യൻ വിരുദ്ധത? ഇതിലെന്താണ് പിന്നെ ചങ്ങലക്കിടല്? അതുകൊണ്ട് ചാരസംഘടനകളുടെ അടിമകളാകണമോ വേണ്ടയോ എന്ന് ഇതിനെ എതിർത്തിട്ടുള്ള അപൂർവം ചില മതപുരോഹിതന്മാർ ആലോചിക്കണം. നിങ്ങൾ വിദേശികളുടെ ഉപകരണമായി മാറുന്നുണ്ടോ ഇല്ലയോ? അതുപോലെ ആ ബഹളം കൂട്ടുന്ന NGOകളുടെ പേരിൽ ബഹളം കൂട്ടുന്നവർ ആലോചിക്കേണ്ടത്, വിദേശ ഫണ്ട് കോടാനുകോടി, ആയിരക്കണക്കിന് കോടി ഡോളർ ഒരു നിയന്ത്രണവുമില്ലാതെ വരുന്നതിനെ അങ്ങനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അവരാലോചിക്കണം. അങ്ങനെ വരുന്നതിനെ അനുവദിക്കണമോ വേണ്ടയോ എന്ന് ഈ നാട്ടിലെ പൗരന്മാരും ആലോചിക്കണം. 3, കണക്ക് ചോദിക്കാൻ പാടില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞില്ല, പണം ഇങ്ങോട്ട് തരണം, കണക്ക് ചോദിക്കാൻ പാടില്ല. അത്തരം വൃത്തികെട്ട രാഷ്ട്രീയം ഈ കാര്യത്തിൽ കളിച്ച് വീണ്ടും നാം വിദേശ ശക്തികളുടെ അടിമയാകണമോ വേണ്ടയോ? അതല്ല, സുതാര്യതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആക്ടിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? രാജ്യ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന എല്ലാ മതസംഘടനകളും എല്ലാ സഭകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യ താല്പര്യമാണോ നിങ്ങൾക്ക് മുൻഗണന, അതല്ല രാഷ്ട്രീയ താല്പര്യവും വിദേശ താല്പര്യവുമാണോ? അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ FCRA ആക്ട് എന്ന് പറയുന്ന ഈ കാര്യം. ക്രിസ്ത്യൻ വിരുദ്ധം എന്ന് പറയുന്ന തട്ടിപ്പ് പറഞ്ഞ്
സാമാന്യ ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളെ പറ്റിക്കാം എന്ന് ഇതുവരെ പറ്റിച്ചിരുന്നവരാരൊക്കെയാണോ അവർ ഇനി അങ്ങനെ കരുതേണ്ടതില്ല. സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ഇത്തരം ഇതുവരെ പറഞ്ഞു പോന്നിരുന്ന നിങ്ങളുടെ തട്ടിപ്പുകളുടെ നിജസ്ഥിതി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരക്കാർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കും. നാടിനെ ദുർബലപ്പെടുത്തണം എന്നുള്ളവർ അതിനെ എതിർക്കുകയും ചെയ്യും. നമസ്കാരം.